ടി ജി സി പി എമ്മിന് പുതിയ ജനറൽ സെക്രട്ടറി, EMSന് ശേഷം അടുത്ത മലയാളി MA ബേബി ജനറൽ സെക്രട്ടറി. അപ്പോൾ പൊതുവേ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രോള് വരുന്നത്, ഇനിയിപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാമല്ലോ, കേരളത്തിൽ വന്ന് വോട്ട് ചെയ്യാമല്ലോ എന്നൊക്കെ കാര്യം. ഇതുവരെ ആർക്കും അങ്ങനെ പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഡൽഹിയിലൊക്കെ ഇരുന്നിട്ട് പാടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ട്രോളുകളൊക്കെ വരുന്നുണ്ട്. MA ബേബി വന്നതുകൊണ്ട്. പിന്നെ മറ്റൊരു തമാശ, MA ബേബി ജനറൽ സെക്രട്ടറിയും MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയും രണ്ടുപേരും പലപ്പോഴും പറയുന്നത് ആർക്കും മനസ്സിലാവുന്ന രീതിയിലായില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു ചർച്ച വെച്ചാൽ നല്ല രസമായിരിക്കും എന്നൊക്കെ ട്രോളുകൾ വരുന്നുണ്ട്. എന്ത് തോന്നുന്നു MA ബേബിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെക്കുറിച്ചും CPMൻ്റെ ഭാവിയെക്കുറിച്ചും ഇന്ത്യ? അതേ, വളരെ ചെറിയൊരു പാർട്ടി കോൺഗ്രസുമായിട്ട് ചേർന്ന് ഒരു കൂട്ടുകക്ഷി ഭരണത്തിലിരിക്കുന്നു. പേരിനാണെങ്കിലും ഒരു കോൺഗ്രസ് ഉണ്ട് അതിൽ, KPCCS, എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രാക്കറ്റിൽ S, അത് ശരത് ചന്ദ്ര സിൻഹയുടെ S ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇനിയിപ്പോൾ കടന്നപ്പള്ളി രാമേന്ദ്രനോട് ചോദിച്ചാൽ അറിയാം എന്ത് കോൺഗ്രസ്സാണ്. ഏതായാലും കടന്നപ്പള്ളി കോൺഗ്രസ് വരെ ഉണ്ട് കോട്ടയിൽ. ഞാഞ്ഞൂല് മുതൽ എട്ടടി മൂർഖൻ വരെ വെച്ചിട്ട് പിണറായി വിജയൻ ഭരിക്കുന്നു. അല്ല, അത് CPMന് നിലം തൊടാതെ ഒരു ഭൂരിപക്ഷം ഒന്നും അല്ലാതെ. അവർക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര സീറ്റില്ലേ എന്നൊക്കെ ചോദിക്കാം. ബട്ട് ആ സീറ്റ് സ്വന്തമല്ലല്ലോ, ഘടകകക്ഷികളും കൂടെ ചേർന്നാണില്ല. സാങ്കേതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ CPM വളരെ ചെറിയൊരു പാർട്ടിയാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് ചെറിയ MP ഇത്രയൊക്കെ ഉള്ളൂ അവർക്ക്. അവിടെ ഇവിടെ ഒരു MLA ഒക്കെ ഭൂതക്കണ്ണ് അടിവെച്ച് നോക്കിയാൽ കിട്ടും. അതിൻ്റെ പ്രസിഡൻറ്റ് കേരളത്തിൽ നിന്നായാലെന്താ, എവിടെ നിന്നായാലെന്താ, എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പോൾ ബംഗാളിലെ മുഹമ്മദ് സലീം സെക്രട്ടറി ആയെന്ന് വെച്ചു, സോ വാട്ട്. ഇപ്പോൾ MA ബേബി ആയതുകൊണ്ട് നമുക്ക് കുണ്ടറയിൽ വേണമെങ്കിലും പോളിറ്റ് ബ്യൂറോ കൂടാം, അങ്ങനെ ഒരു സൗകര്യമുണ്ട്. പുള്ളിയുടെ വീട്ടിൽ അത്രയ്ക്ക് ഇതില്ലേ ഉള്ളൂ, 10-12 പേരുണ്ട്, ഓരോ ചായ കൊടുക്കണം, ഇതല്ലേ കാര്യമുള്ളൂ. അപ്പോൾ പിണറായി പറയും ഡൽഹിയിലേക്കൊന്നും കെട്ടിയെടുക്കണ്ട, എൻ്റെ കാശൊന്നുമില്ല, ഇവിടെ എങ്ങാനും കൂടി തിരുവനന്തപുരത്തോ AKG സെൻറ്ററിൽ തന്നെ കൂടിയിട്ട് അങ്ങ് തീർക്കുക. കാരണം പോളിറ്റ് ബ്യൂറോ എടുക്കേണ്ട തീരുമാനം എന്താണെന്ന് പിണറായി വിജയൻ ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് കൂടിയിരുന്നിട്ട് അഭിപ്രായം തന്നെ എടുത്ത് ഒപ്പിടുക എന്നുള്ളതല്ലാതെ ഇവർക്ക് വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ അവിടെ ബേബി ആയാലെന്താ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയാലെന്താ, ഞാനതിൽ യാതൊരു വ്യത്യാസവും കാണുന്നില്ല. ഐ വാസ് നോട്ട് അറ്റ് ഓൾ ആങ്ഷ്യസ്. എനിക്ക് അത്ഭുതം തോന്നി, കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ മധുരയിൽ തമ്പടിക്കുന്നു, ലൈവ് വിടുന്നു. ഇയാൾ കയറി വരുന്നു, അയാൾ കയറി വരുന്നു, മറ്റേ ആൾ ഇറങ്ങിപ്പോകുന്നു, വേറൊരാൾ മത്സരിക്കുന്നു. മഹാരാഷ്ട്രയിൽ ഒരാൾ മത്സരിച്ചപ്പോൾ അയാൾക്ക് 31 വോട്ട് കിട്ടി. ഇവിടെ 31 കിട്ടിയാലെന്താ, 32 കിട്ടിയാലെന്താ, വാട്ട് ഡിഫറൻസ്? ഇതൊന്നും ജനങ്ങൾക്ക് പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് ഇവരുടെ സെക്രട്ടറി ആരായാലും ഒരു കുഴപ്പമില്ല. ഇതേ ഇപ്പം ഞാൻ പറയാം, BJPയുടെ ദേശീയ പ്രസിഡൻറ്റ് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ അതൊരു ഇവൻ്റാണ്, ഒരു പ്രശ്നമാണ്. ആര് വന്നു കഴിഞ്ഞാലും അതിൻ്റെ സിഗ്നൽ വേറെ വേറെ ആയിരിക്കും. അത് ചർച്ച ചെയ്യാനുള്ളൊരു വിഷയമാണ് BJPയുടെ ദേശീയ പ്രസിഡൻറ്റ്. ഇതിപ്പോൾ ആരായാലും എന്താന്ന്, MA ബേബിക്ക് പകരം ആനാവൂർ നാഗപ്പനെ വെച്ചു, എന്ത് വ്യത്യാസം വരാനാ? പിണറായി വിജയൻ പറയുന്നത് കേൾക്കണം, അതിനപ്പുറത്തേക്കൊന്നുമില്ല.